Good morning, viewers. ഞാൻ ഇന്ന് രാവിലെ ടി വിയിൽ ഐ സോ ദി നാഷണൽ ആൻതം ആൻഡ് നാഷണൽ സോങ് പ്ലേയിങ് റെഡ് ഫോർട്ടിൽ കണ്ടു. സോ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ നാഷണൽ സോങ് ദാറ്റ് ഈസ് വന്ദേ മാതരം. നിങ്ങൾക്കറിയാലോ, അത് എഴുതിയ ആൾ ചതോപധ്യായ, വിക്രം ചന്ദ്ര ചതോപധ്യായ എഴുതിയാണ്. ഇതിൽ ആദ്യത്തെ രണ്ട് സ്റ്റാൻഡ്സ് 1937 നെഹ്റുവും കോൺഗ്രസും അപ്രൂവ് ചെയ്താണ്. നമുക്ക് ഈ രണ്ട് സ്റ്റാൻഡ്സ് മാത്രം പാടാം. റിമൈനിങ് 4 സ്റ്റാൻഡ്സ് മെയിൻലി പ്രൈസസ് ദി ഹിന്ദു ഗോഡസസ് ലൈക്ക് ഈ സരസ്വതി, ദുർഗ, ഇതൊക്കെ പ്രൈസ് ചെയ്യുന്നതാണ്. സോ അതുകൊണ്ട് എസ്പെഷ്യലി ഇന്ത്യ ഈസ് എ പ്ലൂറലിസ്റ്റിക് മൾട്ടി റിലീജിയസ് കൺട്രി. മറ്റുള്ള റിലീജിയനുള്ള ആൾക്ക്, especially Muslims, they don't want to bow in front of anybody, only in front of Allah they bow. അത് മുസ്ലിംസ് എവിടെ അങ്ങനെ തന്നെയാണ്. സോ ദേ പ്രൊട്ടസ്റ്റഡ്. സോ അതുകൊണ്ട് ഇത് ആവശ്യമില്ല എന്നുള്ള ഒരു സ്റ്റാൻഡ് എടുത്തിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഗവൺമെൻറ് പറയുന്ന 6 സ്റ്റാൻഡ്സെയും നിങ്ങൾ റിമൈനിങ് 4 സ്റ്റാൻഡ്സ് ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. സോ അത് ഒരു തരത്തിലുള്ള എന്താ പറയുക, കോഹസീവായിട്ടുള്ള അപ്രോച്ചാണ് ഗവൺമെൻറ്. ജനഗണമന നിങ്ങൾ എടുക്കുക വെച്ചാൽ 52 സെക്കൻഡാണ്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അറിയില്ല, രാവിലെ അവസാനം സ്കൂൾ വിടുന്ന സമയത്ത് നമ്മൾ ജനഗണമന ചൊല്ലിട്ട് എല്ലാവരും പിരിയായിരുന്നു. അത് 52 സെക്കൻഡ് എടുക്കണം നിങ്ങൾ നിൽക്കാൻ. പിന്നെ വരുന്നത് എന്ന് വെച്ചാൽ വന്ദേ മാതരം ടേക്സ് 3 minutes and 10 seconds ടു സിങ്. സോ പിന്നെ വരുന്ന ഇപ്പോൾ ഈ തമിഴന്മാർ പറയുന്ന വേറൊരു കാര്യം, തമിഴ് തായ് എന്ന് പറഞ്ഞ അവരെക്കുറിച്ചുള്ള ഒരു തമിഴ് പാട്രിയോട്ടിക് സോങ് ഉണ്ട്. എല്ലാം കൂടി ഇപ്പോൾ 12 മിനിറ്റോളം ആൾക്കാരോട് നിന്നിട്ട് ഈ നിൽക്കാൻ പറയും ഈ ചുനത്തിന് എനി ഒഫീഷ്യൽ തിങ്സ്. ഇപ്പം ഞാൻ വിജയിൻ്റെ ഒരു ഓത്ത് സെറമണിയിൽ ഞാൻ കണ്ടു തമിഴ് തായ്. അതിൽ അവസാനം പാടി എന്നിട്ട് കൊണ്ട് അതാണ് ആദ്യം പാടേണ്ടത്. നിങ്ങൾ ആദ്യം വന്ദേ മാതരം പാടി പിന്നെ അവസാനം തമിഴ് തായ് പാടി, അത് തെറ്റാന്ന് പറഞ്ഞിട്ട് കുറേ തമിഴന്മാർ അതിന് പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട്. സോ ഇവരെല്ലാം കാണുമ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ പണ്ട് ഫസ്റ്റ് സെഞ്ച്വറിയിൽ കുറേ ജൂയിഷ് സിലോട്ട്സ് ഉണ്ടായിരുന്നു. ഈ ജൂയിഷ് സിലോട്ട്സ് എന്താ വെച്ചാൽ അവരൊരു പൊളിറ്റിക്കൽ റിലീജിയസ് ഗ്രൂപ്പാണ്. സോ അവർക്ക് റോമൻ എംപയറിനെ എങ്ങനെയെങ്കിലും ഇസ്രായേലിനെ എക്സ്പെൽ ചെയ്യണം. സോ അവർക്ക് റോമൻ എംപയറിന് ടാക്സ് കൊടുക്കണ്ട. സോ ടാക്സ് കൊടുക്കുന്ന സിന്നാണ്. ദേ ഡോണ്ട് വാണ്ട് ടു ബി റൂൾഡ് ബൈ റോമൻസ്. സോ അവർ പറഞ്ഞു വെച്ചാൽ ഓൺലി ഗോഡ് റൂൾ ഇസ്രായേൽ ആൻഡ് പേയിങ് ടാക്സസ് ആൻഡ് ഗോയിങ് ടു റോം വാസ് എ സിൻ. സോ ഏകദേശം ആ ടൈപ്പ് ഓഫ് സിലോട്ട്സാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സോ ഈ പാട്രിയോട്ടിസം ഷുഡ് കം ഫ്രം ഇൻസൈഡ് ദ ഹാർട്ട്. യു കനോട്ട് ഫോഴ്സ് പാട്രിയോട്ടിസം. സോ ഇങ്ങനെയുള്ളൊരു തരത്തിലുള്ള വോളണ്ടറി ഇമോഷണൽ ആണ് ഈ പാട്രിയോട്ടിസം എന്ന് പറയുന്നത്, റാദർ ദാൻ മാൻഡേറ്റഡ് ബൈ എ ലോ ആൻഡ് ഫോഴ്സ് ത്രൂ പെനാൾട്ടീസ്. ഇപ്പം ഗവൺമെൻറ് പറയുന്നത് വെച്ചാൽ അവരൊരു ബില്ല് കൊണ്ടുവരും, അത് 6 സ്റ്റാൻഡ്സേയും നിങ്ങൾ ചൊല്ലിയിട്ടുള്ളതിന് പെനാൾട്ടി വരും. ഇതൊക്കെ ആ കേട്ടിരുന്നു. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് റൈറ്റ് മൂവ്. ഇറ്റ് വിൽ ബാക്ക് ഫയർ ഉണ്ടാവുക ഇങ്ങനെയുള്ള റെബലിയൻസ്. So thank you very much for being my channel. Please support my channel.